തിരുക്കുമാരനും പരിശുദ്ധ ദേവമാതാവിനും സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ആർദ്ര. ഞാൻ എറണാകുളം ജില്ലയിലെ പിറവം എന്ന സ്ഥലത്തു നിന്ന് വരുന്നു. പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ ഉയർത്തി ഇവിടെ നിന്ന് എന്നെ സാക്ഷ്യം പറയാൻ എനിക്ക് അനുഗ്രഹം ലഭിച്ചതിന് പരിശുദ്ധ ദേവമാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് ഏപ്രിൽ 4, 2023 അന്ന് ആ ടൈമിൽ ഞാൻ BSc നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുക. ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് എക്സാം ടൈമിലായിരുന്നു ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. ആദ്യമായിട്ട് ഉടമ്പടി എടുത്തപ്പോൾ തന്നെ ഒരു വീക്ക് കഴിഞ്ഞപ്പോൾ എനിക്ക് ഫസ്റ്റ് ഇയർ എക്സാം റിസൾട്ട് വന്നു. ഉടമ്പടി എടുത്തെങ്കിലും ഞാൻ കറക്റ്റായിട്ട് പാലിക്കണില്ലായിരുന്നു. ജസ്റ്റ് ഉടമ്പടിയിലായിരിക്കുമെന്ന് മാത്രമേ എൻ്റെ മൈൻഡിലുണ്ടായിരുന്നുള്ളൂ. വിശ്വാസം ഉണ്ടായിരുന്നു നന്നായിട്ട്, എല്ലാ നിയോഗം സാധിച്ചു കിട്ടുമെന്നും എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഒരു പ്രാർത്ഥനയും 5:30 എണീക്കലും വൈകുന്നേരത്തെ സന്ധ്യാപ്രാർത്ഥനയും ഒന്നും ഞാൻ ചൊല്ലണില്ലായിരുന്നു. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോഴത്തേക്കും ഞാൻ എല്ലാ സബ്ജക്റ്റിനും തോറ്റുപോയി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും 2 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് സപ്ലി എക്സാം വന്നു. സപ്ലി എക്സാം വന്നപ്പോഴത്തേക്കും ഞാൻ പ്രാർത്ഥന ചൊല്ലി, ഞാൻ രാവിലെ 5:30 എണീക്കും, വൈകുന്നേരത്തെ പ്രാർത്ഥന ചൊല്ലും, കൊന്ത ചൊല്ലും. ഞാൻ ഒരു ഹിന്ദു ആണ്, എന്നാലും ഞാൻ പള്ളിയിൽ പോയി കുർബാന കൂടും, ദൈവത്തിനെ പറ്റി എല്ലായിടത്തും പറയും. പക്ഷെ എന്നാലും അപ്പോഴത്തേക്കും എൻ്റെ മനസ്സിലുള്ളൊരു വിശ്വാസം പോയി. ഇവിടെ എൻ്റെ മനസ്സിൽ വരുക കൃപാസനം തട്ടിപ്പാണ്, ജോസഫ് അച്ഛൻ ഇങ്ങനെ വെറുതെ ഈ സാക്ഷ്യം ആൾക്കാർ വെറുതെ വന്ന് പറയണതാണ് എൻ്റെ മനസ്സിൽ പറയുക. എന്നാലും ഞാൻ ഉടമ്പടി ആയിരിക്കുമ്പോഴാണ് എനിക്ക് അങ്ങനെയൊക്കെ തോന്നണത്. അപ്പോൾ ഞാനൊരു ദിവസം ഉറങ്ങിയപ്പോഴത്തേക്കും എൻ്റെ സ്വപ്നത്തിൽ മാതാവ് ജോസഫ് അച്ഛനും വന്നു. അതങ്ങനെയൊന്നുമല്ല, ശരിക്കും ഇവിടെ പ്രത്യക്ഷീകരണം നടന്ന സ്ഥലമാണെന്ന് പറഞ്ഞു. എന്നാലും എൻ്റെ മനസ്സിൽ അതൊരു വിശ്വാസം വന്നില്ല. എന്നിട്ട് ഞാൻ വിശ്വസിക്കാണ്ടിരുന്നപ്പോഴത്തേക്കും ആ ഫസ്റ്റ് ഇയറിൻ്റെ സപ്ലി എക്സാം വന്നപ്പോൾ ഞാൻ വീണ്ടും തോറ്റുപോയി. സെക്കൻഡ് ഇയർ വന്ന് ഞാൻ ഉടമ്പടി പുതുക്കും, ഉടമ്പടിയിലായിരിക്കും, നന്നായിട്ട് പ്രാർത്ഥിക്കും, നന്നായിട്ട് വിശ്വാസത്താൽ ഇരുന്നിട്ട് ഞാൻ വീണ്ടും തോറ്റുപോയി. ജയെന്ന് പറഞ്ഞൊരു സംഭവമേ എൻ്റെ ജീവിതത്തിലില്ലായിരുന്നു. എനിക്ക് എപ്പോഴും എക്സാം റിസൾട്ട് നോക്കുമ്പോഴാണേലും അടിയിൽ ഫെയിൽ എന്ന് മാത്രമേ കണ്ടുകൊണ്ടിരുന്നുള്ളൂ. എന്നിട്ട് സെക്കൻഡ് ഇയർ എത്തിയപ്പോഴത്തേക്കും ഞാൻ ജോസഫ് അച്ഛനെ കണ്ടിട്ട് ഞാൻ സപ്ലി എക്സാം എഴുതാൻ പോയി. പിന്നെ ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ച്, ഞാൻ പരീക്ഷ ജയിക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചില്ല. ദൈവമേ ഈശോയെ മാതാവിൻ്റെ ഹിതം എന്താണാവോ അതെൻ്റെ ജീവിതത്തിൽ നടന്നാൽ മതി, എന്താണേലും എനിക്ക് താങ്ങാനുള്ളൊരു കരുത്ത് ദൈവവും മാതാവും എനിക്ക് തരണം എന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും സെക്കൻഡ് ഇയർ സപ്ലി എക്സാമിൽ എനിക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഒരുമിച്ച് കിട്ടിയപ്പോൾ എനിക്കുള്ളിലൊരു അഹങ്കാരം പോലെ വന്നു. എനിക്കിനി കിട്ടിയില്ല, എനിക്കിനി തേർഡ് ഇയർ സിമ്പിളായിട്ട് കിട്ടുമെന്ന് പറഞ്ഞ്. പക്ഷേ തേർഡ് ഇയർ ഞാൻ പഠിപ്പിച്ചു കൊടുത്ത കൊച്ചിന് വരെ ഫസ്റ്റ് ക്ലാസ് കിട്ടി പാസ്സായി. എന്നിട്ട് എനിക്ക് കിട്ടിയില്ല. എനിക്കൊരു സബ്ജക്റ്റ് ചൈൽഡ് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് പോയി. അത് കഴിഞ്ഞ് തേർഡ് ഇയറിൻ്റെ സപ്ലി എക്സാമിന് എഴുതിയെടുത്തില്ലേ, പെട്ടെന്ന് തന്നെ ഇയർ ബാക്ക് ആവും, ഫോർത്ത് ഇയർ എഴുതാൻ പറ്റാണ്ടാകും. അങ്ങനെ ഫോർത്ത് ഇയർ എഴുതാൻ പറ്റാണ്ടായ 1 വർഷം വീട്ടിൽ നിൽക്കണം, പരീക്ഷ ഒന്നും എഴുതാണ്ട്. എൻ്റെ കൂടെ പഠിച്ചവരുടെ കൂടെ പോലും പരീക്ഷ എഴുതാണ്ട് വന്നു. അങ്ങനെ പരീക്ഷ എഴുതാൻ പറ്റാണ്ട് ഇരിക്കും. അങ്ങനെ വന്നപ്പോൾ തേർഡ് ഇയർ സപ്ലിക്ക് മുന്നേ ഞാൻ ഇവിടെ വന്ന് ഒന്നോടെ ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ എപ്പോഴും ധ്യാനം എന്ന് വെച്ചാൽ ഈ 2 മണിക്കൂറത്തെ ധ്യാനമാണ്. 15 മിനിറ്റ് കഴിയുമ്പോൾ ഇനി ബാക്കി എത്ര മിനിറ്റ് ഉണ്ടെന്ന് പോസ്റ്റ് ആംപ്ലേ ആയിരുന്നു എപ്പോഴും. അങ്ങനെ തേർഡ് ഇയർ എക്സാം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പെട്ടെന്ന് എനിക്ക് ധ്യാനത്തിൻ്റെ എന്തേലും ഒരു വചനം മനസ്സിലായില്ല. പെട്ടെന്ന് തന്നെ ഞാൻ ധ്യാനം ബാക്ക് അടിച്ച് അതെന്താ വചനം പറഞ്ഞതെന്ന് ഒരു ബുക്കിലോട്ട് എഴുതിയെടുക്കും. അച്ഛൻ എന്തേലും പറഞ്ഞ് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ പിന്നെയും ബാക്കിലോട്ട് അടിച്ച് ഞാനത് ശരിക്കും കേട്ട് ഞാൻ എഴുതിയെടുക്കും. അങ്ങനെ വന്നപ്പോൾ എന്നിട്ട് ഇവിടെ വന്നപ്പോൾ അച്ഛൻ ഒരു തവണ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളുടെ നിയോഗം സാധിക്കാനല്ല, നിങ്ങളുടെ സ്വഭാവ വിശുദ്ധി, ജീവിത വിശുദ്ധി അതിനൊക്കെ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ വന്നപ്പോൾ ഞാനെന്നാൽ പോട്ടെ, എൻ്റെ ആവശ്യങ്ങളേക്കാൾ കൂടുതൽ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് ഞാൻ പ്രയോറിറ്റി കൊടുത്ത് അങ്ങനെ വന്നപ്പോൾ ഞാൻ തേർഡ് ഇയർ ഞാൻ പഠിക്കണുണ്ടെങ്കിലും ഞാൻ ഫുള്ള് മാതാവിലായിരുന്നു ഞാൻ വിശ്വാസം അർപ്പിച്ചേക്കണത്. മാതാവ് തരുമെന്നുള്ളൊരു വിശ്വാസം എൻ്റെ മനസ്സിൽ ശരിക്കും 100% മാതാവ് തരുമെന്ന് പറഞ്ഞു വന്നു.
എന്നിട്ട് റിസൾട്ട് നോക്കിയപ്പോൾ തേർഡ് ഇയർ പാസ്സായി. എനിക്ക് ഒരു ഇയർ ബാക്ക് പോലും വന്നില്ല. അങ്ങനെ ഫോർത്ത് ഇയർ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഞാൻ എപ്പോഴും സമ്പൂർണ്ണ ജപമാല ചൊല്ലി. എനിക്ക് പ്രാർത്ഥിച്ചിട്ട് മതിയാവണില്ല. പ്രാർത്ഥനയുണ്ട്, ഒരു സൈഡിൽ പഠിത്തമുണ്ട്, പക്ഷേ എക്സാം ഞാൻ എഴുതിയാൽ കിട്ടത്തില്ല, മാതാവ് എഴുതിയാലാണ് കിട്ടുള്ളൂ. എന്നിട്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിച്ച് വന്ന് പിന്നെ ഞാൻ റിസൾട്ട് വന്നതിന് ഒരാഴ്ച മുന്നേ ഞാൻ നേർന്നു, ദൈവമേ റിസൾട്ട് പാസ്സായ പിറ്റേ ദിവസം തന്നെ വന്ന് ഞാൻ ഇവിടെ നിന്ന് സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞു. അങ്ങനെ റിസൾട്ട് വന്ന് എനിക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടി. ഫോർത്ത് ഇയറിൽ ഞാൻ പാസ്സായിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നില്ല. എനിക്ക് സാക്ഷ്യം പറയാൻ വേണ്ടി എനിക്ക് സമയം കിട്ടണില്ല. അത് റിസൾട്ട് വന്ന് ഒരാഴ്ച കഴിഞ്ഞ് എനിക്ക് ഒന്നോടെ ഉടമ്പടി പുതുക്കണമായിരുന്നു. അപ്പോൾ ഉടമ്പടി പുതുക്കുമ്പോൾ തന്നെ എനിക്ക് വന്ന് സാക്ഷ്യം പറയാലോ എന്ന് ഞാൻ ആലോചിച്ചു. പക്ഷേ ഞാൻ പിറ്റേ ദിവസം തന്നെ പറയാമെന്ന് പറഞ്ഞ് എൻ്റെ മാതാവിന് ഞാൻ പ്രോമിസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് മാതാവിന് ഭയങ്കരമായിട്ട് എന്താ പറ്റിയെന്ന് അറിയാൻ മേല. ഞാൻ എന്നിട്ട് കർണാടക രജിസ്ട്രേഷൻ ചെയ്തു. കർണാടക രജിസ്ട്രേഷൻ ചെയ്തപ്പോഴത്തേക്കും എനിക്കത് ഞാൻ കഴിഞ്ഞ് ചെയ്തവരുടെ പിള്ളേരുടെ രജിസ്ട്രേഷൻ അപ്രൂവ്ഡായി, എൻ്റെ മാത്രം ആവണില്ല. എല്ലാവരും ഗ്രൂപ്പിൽ വന്ന് പറഞ്ഞു, എടി എൻ്റെ ആയി, അവരുടെ ആയി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഗ്രൂപ്പിൽ വന്നുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് ഒരു ദിവസം എനിക്ക് സ്വപ്നത്തിൽ ജോസഫ് അച്ഛൻ വന്ന് പറഞ്ഞു, നീ വന്ന് സാക്ഷ്യം പറയുക, അപ്പം നിനക്ക് കർണാടക രജിസ്ട്രേഷൻ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മേനെ ഞാൻ കുറേ നിർബന്ധിച്ച് ഞാൻ കൊണ്ടുവന്നു. അമ്മ എനിക്ക് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞ് ഞാനിവിടെ കൊണ്ടുവന്നപ്പോഴത്തേക്കും എനിക്ക് അന്ന് ഞാൻ ഉടമ്പടി പുതുക്കിയിട്ട് ഞാൻ സാക്ഷ്യം എഴുതി കൊടുത്തപ്പോഴത്തേക്കും ഇവിടുത്തെ സിസ്റ്റർ പറഞ്ഞു എനിക്ക് ജോലി കിട്ടിയിട്ട് വന്ന് സാക്ഷ്യം പറഞ്ഞാൽ മതിയെന്ന്. അങ്ങനെ അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായത്, ജോസഫ് അച്ഛൻ എൻ്റെ സ്വപ്നത്തിൽ വന്നിട്ട് പറഞ്ഞതല്ലേ, എന്നിട്ടും എനിക്കിവിടെ ജോലി കിട്ടിയിട്ട് വന്ന് പറയാൻ, ജോലി കിട്ടാൻ ഇനി ഓഗസ്റ്റ് സെപ്റ്റംബർ ആകുമല്ലോ, അത്രയും മാസം ഞാൻ സാക്ഷ്യം പറയാൻ വേണ്ടി വെയിറ്റ് ചെയ്യണമല്ലോ എന്ന് ആലോചിച്ച് ഞാൻ പിന്നെ തിരിച്ച് വീട്ടിൽ പോയി. ഞാൻ ഉടമ്പടി ക്ലാസ്സിൽ ഇരിക്കുമ്പോഴൊക്കെ ഞാൻ ഫോണിൽ ഈ സൈറ്റ് എടുത്ത് നോക്കും, എനിക്ക് അപ്രൂവ്ഡ് ആയോ, രജിസ്ട്രേഷൻ നമ്പർ വന്നോന്ന്. ഞാൻ എന്നിട്ട് ഇവിടെ സാക്ഷ്യം സബ്മിറ്റ് ചെയ്ത് ഇവിടുത്തെ സിസ്റ്റർ ഒപ്പിട്ട് ഞാൻ അവിടെ പുറത്ത് കറക്റ്റ് ഞാൻ ഇതിൻ്റെ മുറ്റത്ത് നിൽക്കുമ്പോൾ എൻ്റെ രജിസ്ട്രേഷൻ ചെയ്ത ഏജൻറ്റ് വിളിച്ചേക്കോ, നിനക്ക് രജിസ്ട്രേഷൻ ആയി എന്ന് പറഞ്ഞ്. അപ്പോൾ എനിക്ക് ഉറപ്പായി മാതാവ് സാക്ഷ്യം പറയാൻ ഇവിടെ ഉടമ്പടി കൊടുക്കാൻ വേണ്ടിയാണ് എന്നെ അപ്രൂവ്ഡ് ലേറ്റാക്കിയെന്ന് പറഞ്ഞു. എന്നിട്ട് അങ്ങനെ വന്നപ്പോഴത്തേക്കും എന്നെ 28-ാം തീയതി രാജഗിരി ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചു, പറഞ്ഞു 30-ാം തീയതി ഇൻ്റർവ്യൂ ഉണ്ട്, നീ വന്ന് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അത്രയും വലിയൊരു ഹോസ്പിറ്റലിൽ കയറണമെന്ന് ഞാൻ എൻ്റെ മനസ്സിൽ പോലും ആലോചിച്ചില്ലായിരുന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്കും 30-ാം തീയതി ഞാൻ പിന്നെ കിട്ടില്ല എന്ന് ഓർത്ത് തന്നെ ഞാൻ പോയപ്പോഴത്തേക്കും അവിടെ കുറേ കേരളത്തിൽ നിന്ന് പഠിച്ചവരും എന്നൊക്കെ കുറേ ക്വാളിഫിക്കേഷൻ ഉള്ളവരാണ്. ഞാനവിടെ 0 മെറിറ്റ് ആയിട്ടിരിക്കുക. ഒരു 10-45 പിള്ളേർ ഞങ്ങളുടെ കൂടെ ഇൻ്റർവ്യൂവിനുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ആദ്യത്തെ 3-ാമത്തെ ഇൻ്റർവ്യൂ ആയിരുന്നു. ഓരോ പിള്ളേർ കഴിയുമ്പോഴത്തേക്കും അവർ ഔട്ടായി പോയിക്കൊണ്ടിരിക്കുക. ഞാനൊരു റൂമിൽ തന്നെ ഇരുന്നപ്പോഴത്തേക്കും പെട്ടെന്ന് എനിക്ക് കിട്ടൂലെന്ന് 100% ഉറപ്പായി. പിന്നെ മാതാവ് കൂടെ ഉണ്ടല്ലോ, മാതാവ് എന്താ തന്നെ നല്ലതാണേലും ചീത്തയാണേലും ഞാനത് അക്സെപ്റ്റ് ചെയ്യും. ഇവിടെ കിട്ടിയില്ലേ വേറെ നല്ല സ്ഥലത്ത് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്കും എന്നിട്ട് പെട്ടെന്ന് അവിടെ ഇച്ചിരി എൻ്റെ ബാഗിലിരുന്ന ഉപ്പെടുത്ത് ഞാൻ എൻ്റെ കസേരയുടെ സൈഡിലിട്ടു. അപ്പോഴും എനിക്ക് ഈ ഇൻ്റർവ്യൂ പാസ്സാവില്ലെന്ന് തന്നെ ഉറപ്പായിരുന്നു. അങ്ങനെ ഞാൻ ഉപ്പിട്ട് പെട്ടെന്ന് അവിടെ കോർഡിനേറ്റ് ചെയ്യണത് മിക്കതും ഈ പള്ളിയിലച്ഛന്മാരാണ്, രാജഗിരി. അപ്പോൾ ഒരച്ഛൻ പെട്ടെന്ന് റൂമിലോട്ട് കയറി വന്നിട്ട് കുറേ പേര് വിളിച്ചു. അതിൽ ആദ്യത്തെ പേര് എൻ്റെ ആയിരുന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളൊക്കെ സെലക്ട് ആയിട്ടുണ്ട്, കൺഗ്രാജുലേഷൻസ് എന്ന്. അപ്പോൾ എനിക്ക് 100% ഉറപ്പായി മാതാവ് എൻ്റെ കൂടെ ഉണ്ട്, മാതാവ് എനിക്ക് തന്നേന്ന്. പിന്നെയെന്ന് വെച്ചാൽ അത് കഴിഞ്ഞ് മെയ് 7th ജോയിൻ ചെയ്യാൻ പറഞ്ഞു. ജോയിൻ ചെയ്ത് ആദ്യം 1 മാസം ട്രെയിനിങ് ക്ലാസ് കഴിയുമ്പോഴത്തേക്കും ആണ് ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് ഡിപ്ലോയ്മെൻറ്റ് ചെയ്യുള്ളൂ. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എന്തായാലും ICU കിട്ടണം,
എനിക്കിഷ്ടമുള്ളത് കിട്ടണമെന്ന്. അപ്പം പെട്ടെന്ന് എൻ്റെ പേര് വിളിച്ചിട്ട് പറയാം, ആർദ്ര നീ NICU ആട്ടോ നിനക്ക് കിട്ടിയെന്ന്. അപ്പോഴും എനിക്ക് ഭയങ്കര സന്തോഷമായി. മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് തന്നെ ആയിപ്പോയി. എനിക്ക് ഇത്രയും കിട്ടാന്ന് വെച്ചാൽ ഞാൻ മെയിനായിട്ട് അച്ഛനതിൽ പറയണുണ്ട്, മടി നിറച്ച അളന്ന് കുലുക്കി നിറച്ച് തരൂ ഈശോന്ന്. അതുവരെ എൻ്റെ മൈൻഡിൽ ഈശോ സഹനം തന്നാൽ മാത്രമാണ് ഒരു നല്ല കാര്യം സംഭവിക്കുള്ളൂ എന്ന്. അപ്പം അത് പറഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് എൻ്റെ മനസ്സിൽ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ തന്നെ വേണം, എനിക്ക് അളന്ന് നിറച്ച് കുലുക്കി തന്നെ എനിക്ക് അനുഗ്രഹം വേണം എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച്, എന്നേക്കാൾ കൂടുതൽ ഞാൻ മറ്റുള്ളവർക്ക് കിട്ടണം, മറ്റുള്ളവർ നന്നാവണം എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരു കുശുമ്പോ അഹങ്കാരോ അസൂയോ ആരോടും തോന്നിക്കരുത്. ഞാൻ എപ്പോഴും ജീവിതത്തിൽ വിശുദ്ധിയിലിരിക്കണം എന്ന് പറഞ്ഞാണ് ഞാൻ പ്രാർത്ഥിച്ചത്. സ്വഭാവ വിശുദ്ധിയാണേലും ജീവിത വിശുദ്ധിയാണേലും. പിന്നെ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തതിൻ്റെ ഫസ്റ്റ് നിയോഗമായിരുന്നു എനിക്ക് ആരോഗ്യക്കുറവ്. എനിക്ക് തീരെ വണ്ണമില്ലായിരുന്നു. വണ്ണമില്ലെന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് മെലിഞ്ഞിരുന്നപ്പോഴത്തേക്കും ഞാൻ നേഴ്സിങ്ങിനാണ് പോകണമെന്ന് കേട്ടപ്പോൾ എൻ്റെ ബന്ധുക്കളും നാട്ടുകാരും കൂട്ടുകാരൊക്കെ ചോദിച്ചിട്ട്, നീ എങ്ങനെ ഒരു പേഷ്യൻറ്റിനെ ഒന്ന് ചരിച്ചിടും, അങ്ങനെ ഒന്ന് ചരിച്ചിട്ടാൽ നീ പേഷ്യൻ്റ് ആവൂലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഞാനത് ചിരിച്ചേ ഉള്ളൂ. എന്നിട്ട് ഇവിടെ വന്ന് ഫസ്റ്റ് നിയോഗം എനിക്ക് അത് വെച്ച്. പക്ഷെ ഞാൻ എന്തൊക്കെ കഴിച്ചിട്ടോ അതെൻ്റെ ജനറ്റിക്കായിട്ട് എനിക്ക് വണ്ണമില്ല. അപ്പോൾ ഞാൻ എന്തൊക്കെ കഴിച്ചിട്ടും വണ്ണമില്ല. ഞാൻ ഇവിടെ നിയോഗം വെച്ചപ്പോഴും അത് കിട്ടൂലെന്ന് പറഞ്ഞാൽ ഞാൻ ഓർത്ത് നിയോഗം വെച്ചേ. എന്നിട്ട് ഇവിടെ പെട്ടെന്ന് ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ പയ്യെ വണ്ണം വെച്ച് ഞാൻ ഇച്ചിരി ഹെൽത്തി ആയി. പിന്നെയെന്ന് വെച്ചാൽ ഒരു ദിവസം എനിക്ക് ഫസ്റ്റ് ഇയറിൽ വെച്ച് എൻ്റെ അച്ഛൻ മരിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛൻ മരിച്ച് ഞാനും അമ്മയും ചേട്ടനും കൂടി ട്രെയിനിൽ പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തത് മാറിപ്പോയി. ഒരു മാസം കഴിഞ്ഞ് ബുക്ക് ചെയ്തേ. അങ്ങനെ ഒരു മാസം കഴിഞ്ഞ് ബുക്ക് ചെയ്തപ്പോഴത്തേക്കും ഈ TTR പറഞ്ഞു, തൃശ്ശൂർ എത്തുമ്പോൾ ഇറങ്ങണം, അല്ലാണ്ട് വേറെ വഴിയില്ല എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പറഞ്ഞു, ഫൈൻ വേണേ അടക്കാം, എനിക്ക് ഇറങ്ങാൻ പറ്റൂല, എനിക്ക് എക്സാം ഒരാഴ്ച കഴിഞ്ഞാന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യിൽ ഇവിടെ ഞങ്ങൾ ഈ അമ്മയും ചേച്ചിയും കൂടി 2019 വന്ന് ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ആ സൈഡിൽ നിന്ന് തന്നെ ഒരു കാശ് രൂപം കിട്ടി. ഞാൻ എന്നിട്ട് ആ കാശ് രൂപം മുറുക്കി പിടിച്ചിട്ട് പറഞ്ഞു, മാതാവ് എന്നെ ഇറക്കരുത്, എനിക്ക് എക്സാമാന്ന് പറഞ്ഞു. നീ ഇറങ്ങണം, നീ തൃശ്ശൂർ എത്തുമ്പോൾ ഇറങ്ങണം എന്ന് പറഞ്ഞ TTR എന്നെ ഞങ്ങൾക്ക് AC സീറ്റ് മേടിച്ചു തന്നു. അതെങ്ങനെ തന്നെയെന്ന് എനിക്കും ഒരു ഐഡിയ ഇല്ല, TTRനും ഒരു ഐഡിയ ഇല്ല. TTR എന്നിട്ട് AC സീറ്റ് മേടിച്ച് അവിടെ സീറ്റിൽ കൊണ്ടുപോയി ഇരുത്തി ഞങ്ങളുടെ ബാഗ് എടുക്കാൻ വരെ ഹെൽപ്പ് ചെയ്താണ് TTR തന്നത്. പിന്നെയെന്ന് വെച്ചാൽ എൻ്റെ തലയിൽ ഭയങ്കര പേൻ ശല്യമായിരുന്നു. പേൻ ശല്യം എന്ന് വെച്ചാൽ എൻ്റെ ഒരു 3ാം ക്ലാസ് തൊട്ട് ഒരു 10 വർഷമായിട്ട് എൻ്റെ തല നിറച്ചും പേനാണ്. എന്നിട്ട് ഒരു മുടി പോലും കാണാത്തക്ക വിധം പേൻ. എന്നിട്ട് ആൾക്കാർക്കൊക്കെ എൻ്റെ അടുത്ത് വരാൻ വേണ്ടി ഭയങ്കര മടിയാണ്. പേൻ വരും, പിന്നെ അതൊരു ചീത്ത സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് ഇവിടെ വന്നപ്പോഴത്തേക്കും, മാതാവ് എനിക്ക് പേൻ ശല്യം കുറയണേന്ന് പറഞ്ഞ് ഞാനിവിടെ ഒരു രജിസ്റ്ററിൽ എഴുതി നിയോഗമായിട്ട് എഴുതി. എന്നിട്ട് ഞാനിവിടെ വന്ന് ഒരാഴ്ചക്കുള്ളിൽ തന്നെ എൻ്റെ പേൻ ഫുൾ പോയി. അതും ഞാൻ ചീവാണ്ട്, ഞാൻ എൻ്റെ തലയെ തൊട്ടിട്ട് കൂടി ഇല്ല, അങ്ങനെ തന്നെ എൻ്റെ പേൻ ശല്യം പോയി. പിന്നെയെന്ന് വെച്ചാൽ എനിക്കൊരു 6 വർഷമായിട്ട് എൻ്റെ വായിൽ മൗത്ത് അൾസർ ഉണ്ടായിരുന്നു. നാക്കിലും മൗത്ത് അൾസർ മുറിവ് പോലെ വരും. എനിക്കാണെങ്കിൽ അവിടെ രാജഗിരിയിലെത്തിയിട്ട് സിസ്റ്റർമാർ ചോദിക്കണേനൊന്നും പ്രോപ്പറായിട്ട് ആൻസർ കൊടുക്കാൻ പറ്റണില്ല. ഞാൻ പറയണത് എന്താണെന്ന് തെളിയണില്ല, എനിക്ക് സംസാരിക്കാൻ പറ്റണില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റണില്ല, എനിക്കൊന്നും മര്യാദക്ക് ചിരിക്കാൻ പോലും പറ്റണില്ല. എൻ്റെ മുഖം എപ്പോഴും നീര് വെച്ചിരിക്കണ പോലെ ഇരിക്കുമായിരുന്നു. ഞാൻ എന്നിട്ട് ഇവിടുത്തെ ഉടമ്പടി ഉപ്പ് ഞാൻ ആ മുറിവിൽ വെച്ച് കഴിഞ്ഞ് ഇന്നേ വരെ വെച്ചിട്ടിപ്പോൾ 1 മാസം കഴിഞ്ഞ് ഇന്നേ വരെ എനിക്ക്
മുറിവുണ്ടായിട്ടില്ല. പിന്നെ കാരുണ്യ പ്രവർത്തികൾ എന്ന് വെച്ചാൽ ഞാൻ പഠിച്ചത് കർണാടക ബാപ്പൂജി. അപ്പോൾ അവിടെ അതിൻ്റെ അടുത്തൊരു ഓർഫണേജ് ഉണ്ട്. അവിടുത്തെ പിള്ളേർക്ക് കൊണ്ടുപോയി ഫുഡ് കൊടുക്കും, ഡ്രസ്സ് കൊടുക്കും, അങ്ങനത്തെ കാരുണ്യ പ്രവർത്തികൾ ചെയ്യും. പിന്നെ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന പേഷ്യൻസ് ഹിന്ദു ആണോ മുസ്ലിം ആണോ എന്നൊന്നും നോക്കൂല. ഞാൻ പറയും, ആലപ്പുഴയിൽ ഒരു പള്ളിയുണ്ട്, അവിടുത്തെ തൈല ഇത് തേച്ചാൽ കുറയൂന്ന് പറഞ്ഞ് നമ്മുടെ പരിശുദ്ധ തൈലം ഞാൻ അവർക്ക് വിശ്വാസ പ്രമാണം ചൊല്ലി നെറ്റിയിൽ കുരിശ് വരക്കും. പിന്നെ ഏത് പാർട്ടിനാണോ രോഗമുള്ളത് അങ്ങനെ കുരിശ് വരക്കും. പിന്നെ കന്നഡപത്രമൊക്കെ കൊടുത്ത് കന്നഡപത്രം ഞാൻ പറയും, എനിക്കിങ്ങനെ കിട്ടിയ അനുഭവങ്ങൾ പറയും, എൻ്റെ ജീവിതത്തിൽ നടന്ന അനുഗ്രഹങ്ങൾ പറയും, ഈശോ ആരാ മാതാവ് ആരാന്നൊക്കെ പറയും. അങ്ങനെ പറഞ്ഞ് ഞാൻ ഓരോരുത്തർക്കും കൂടെ ഇരുന്ന് പത്രം എന്തിനുള്ള പത്രം എങ്ങനെ ഉപയോഗിക്കണം എന്ന് പറഞ്ഞ് ഞാൻ ആ പത്രമൊക്കെ കൊടുക്കും. പിന്നെ രാവിലെ എണീക്കുവാണേലും സമയം പോയാലും ഞാൻ പ്രത്യക്ഷീകരണം ചൊല്ലിയിട്ടേ ഞാൻ വന്നുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ പരീക്ഷ ഹാളിലിരുന്നും ചൊല്ലും, റൂമിലിരുന്നും ചൊല്ലും, ബസ്സിലിരുന്നും ചൊല്ലും, അങ്ങനെയൊക്കെ എപ്പോഴും ചൊല്ലുമായിരുന്നു. പിന്നെ ഇത്രയും ജീവിതത്തിൽ ഇത്ര അനുഗ്രഹവും അത്ഭുതം തന്ന ദൈവകുമാരനും പരിശുദ്ധ ദേവമാതാവിനും നന്ദി. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 49-ാം തിരുവചനം. ഇതാ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നതുവരെ നഗരത്തിൽ തന്നെ വസിക്കുവൻ. ഈശോയുടെ ഒരു വലിയ ആഗ്രഹമാണത്. ഉന്നതത്തിൽ നിന്ന് ശക്തി ലഭിക്കുന്നതുവരെ നിങ്ങൾ ജെറുസലേമിൽ തന്നെ ആയിരിക്കുവിൻ, അവിടുത്തെ ഉപേക്ഷിച്ച് പോകരുത്. നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകാൻ അല്പം കൂടി സമയം ആവശ്യമുണ്ട്. നമ്മുടെ ജീവിത വിശുദ്ധിയോടെയാണ് പരിശുദ്ധാത്മാവിൻ്റെ ആവാസം വളരെ ശക്തമായി നമ്മിൽ നടക്കുക എന്ന് ആർദ്രയുടെ ഈ സാക്ഷി നമ്മോട് ഏറ്റുപറയുകയാണ്. ഈ മകൾക്ക് ഉടമ്പടി എടുത്തിട്ടും ഒരു വിശ്വാസത്തിലേക്ക് വരാൻ സാധിക്കാത്ത ഒരവസ്ഥയിൽ നിന്ന് മകൾ എത്രമാത്രം ആധ്യാത്മികമായി വളർന്നു എന്ന ഈ സാക്ഷ്യം നമുക്ക് മനസ്സിലാക്കി തരികയാണ്. ഈ ജോസഫ് അച്ഛൻ തട്ടിപ്പാണോ, കൃപാസനം തട്ടിപ്പാണോ, ഈ ഉടമ്പടി എന്താണെന്നൊന്നും കൃത്യമായി മനസ്സിലാക്കാൻ ഈ മകൾക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. വിശ്വാസ ജീവിതത്തിൽ ആഴപ്പെടാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഈ മകളൊരു അക്രൈസ്തവയാണ്. അങ്ങനെയുള്ള സംശയങ്ങളിൽ നിന്നും മറ്റുള്ളവരുടെ ഇടപെടലുകളിൽ നിന്നെല്ലാം മാറി ഇന്ന് ഈ മകൾ എത്തിയിരിക്കുന്നത് ഒരു ജോസഫ് അച്ഛൻ പറയുന്നത് പോലുള്ള ഗ്രേഡ് വളരെയധികം A+ ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ഈ മകൾ ഉയർന്നിരിക്കുകയാണ്. ഈ മകൾ ഫസ്റ്റ് ഇയറിലും BSc നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫസ്റ്റ് ഇയറിൽ മൊത്തം തോറ്റു, സെക്കൻഡ് ഇയറിലും തോറ്റു. അങ്ങനെ പിന്നെ അത് സെക്കൻഡ് ഇയറിലെയും ഫസ്റ്റ് ഇയറിലെയും ഒന്നിച്ചെഴുതി വളരെ കോൺഫിഡൻസോടുകൂടി ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ജയിച്ചു കഴിഞ്ഞപ്പോഴാണ് തോന്നിയത്, ഇനി എനിക്ക് എല്ലാം സാധിക്കും. അത് ഉടമ്പടിയിൽ നിന്ന് കുറച്ച് അകന്നു പോകുന്ന ഒരവസ്ഥയായിട്ട് മകൾക്ക് തന്നെ അനുഭവപ്പെടുകയുണ്ടായി. ഇത് ദൈവം എനിക്ക് നൽകുന്നതാണ്, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെയാണ് ഇത് സംഭവിക്കുന്നതെന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് വരാൻ ഈ മകൾക്ക് അല്പം സമയമെടുത്തു. റിസൾട്ട് വന്നാൽ ഉടനെ സാക്ഷ്യം പറയാമെന്നാണ് മകൾ ഏറ്റു പറഞ്ഞത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ജോലി കൂടി കിട്ടട്ടെ, ഒരു എക്സ്പീരിയൻസ് ആകട്ടെ എന്ന് ഒരു ഇൻഫർമേഷൻ ലഭിച്ചപ്പോൾ ഈ മകൾ ഉടനെ വന്ന് ഉടമ്പടി പുതുക്കി രജിസ്റ്റർ ചെയ്ത ഉടനെ തന്നെ ജോലിക്കുള്ള സാങ്ഷൻ ലെറ്റർ, അതും താൻ ആഗ്രഹിച്ചതിലപ്പുറം ഒരു റെപ്യൂട്ടഡ് ഹോസ്പിറ്റലിൽ ഈ മകൾക്ക് കേരളത്തിലെ പേരുകേട്ടൊരു ഹോസ്പിറ്റലിൽ എക്സ്പീരിയൻസ് ഒന്നുമില്ലാതെ അതെല്ലാം മകൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നഴ്സസിൻ്റെ കൂടെ എന്നെ ദൈവം കടത്തിവിട്ടത്, പരിശുദ്ധ അമ്മ കൂടെ നടക്കുന്ന ഒരു വലിയ അനുഭവം ഈ മകൾ ഏറ്റു പറയുന്നു. ഞാനൊരു 0 മെറിറ്റിൽ നിൽക്കുകയാണ്, അവിടെ കിട്ടാൻ എനിക്ക് യാതൊരു യോഗ്യതയുമില്ല, കാരണം എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല. പക്ഷേ എക്സ്പീരിയൻസ് ഇല്ലാത്തവരുടെ 0 മെറിറ്റിൽ നിൽക്കുന്നവർ എങ്ങനെയാണ് നമ്മളെ ഒരു കാർ വാഷിലൂടെ നമ്മെ കടത്തിക്കൊണ്ടു പോകുന്നത്, നമ്മളെ വിശുദ്ധീകരിക്കുന്നതെന്നെല്ലാം ഈ മകൾ വളരെ ശക്തമായി ഏറ്റു പറയുന്നു. സ്വപ്നത്തിലൂടെയും നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന വലിയ കൃപാസനം ഈ ഉടമ്പടി കണ്ടൻറ്റിലൂടെയും അതുപോലെ തന്നെ മകൾക്കുള്ള പേൻ ശല്യം, മൗത്ത് അൾസർ, ഇവിടെയെല്ലാം സൗഖ്യം നൽകുന്നതെല്ലാം സൗഖ്യവും സമാധാനവും സന്തോഷവും ഒക്കെ ഈ മകൾക്ക് നൽകുന്നത് ഉടമ്പടി വളരെ ശക്തമായപ്പോഴാണെന്ന് മകൾ ഏറ്റു പറയുകയാണ്. നമുക്ക് റിലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രാർത്ഥനാ പദ്ധതിയാണിതെന്ന് മകളോട് ഏറ്റു പറയുകയാണ്. ആളുകൾ ഉടമ്പടി എടുക്കുന്നുണ്ട്, പക്ഷേ അനുഗ്രഹത്തിൻ്റെ മാർഗത്തിലേക്ക് അവർക്ക് വരാൻ ലേറ്റ് ആകുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നു. ദാവീദ് ഏറ്റുപറയുന്നുണ്ടല്ലോ, എനിക്ക് തെറ്റുപറ്റി, ദാവീദിനെ പോലെ തെറ്റുപറ്റി എന്ന് ഏറ്റുപറയുന്ന ഉടനെ തന്നെ വാഗ്ദാനം
ദൈവം നൽകുന്നതായിട്ട് നമുക്ക് കാണാം. നീ എനിക്ക് വേണ്ടി, നിൻ്റെ മകൻ എനിക്ക് വേണ്ടി ഒരു ദേവാലയം പണിയും. അങ്ങനെ വലിയ വാഗ്ദാനം, നിൻ്റെ വംശത്തിലൂടെ രക്ഷകൻ പിറക്കും. അങ്ങനെ വലിയ വലിയ വാഗ്ദാനങ്ങളാണ് അനുതാപത്തിൻ്റെ ഒരു സ്റ്റേജിലേക്ക് വരുമ്പോൾ ഉടമ്പടിയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ആർദ്രയ്ക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട്, പരീക്ഷാ ബുദ്ധിമുട്ടുള്ള എല്ലാ മക്കളെയും, ജോലിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന എല്ലാ മക്കളെയും, എല്ലാവരുടെയും നിയോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ഈ സാക്ഷ്യം ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും സമർപ്പിച്ച് നല്ലൊരു കൈയടി നൽകി ഈ സാക്ഷ്യം നമുക്കിവിടെ സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.